കൊല്ലം മായൂർ ഗവൺമെന്റ് ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അപകടകരമായ രീതിയിൽ സ്ഥിതി ചെയ്ത വൈദ്യുതി ലൈനുകൾ മാറ്റി സ്ഥാപിക്കാൻ KSEB നടപടി തുടങ്ങി. ക്ലാസ് മുറിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന 11 kV ലൈൻ മാറ്റി സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ് വാർത്താ പരമ്പരയെ തുടർന്നാണ് നടപടി. നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തുകിടക്കുന്ന ഒരു UP സ്കൂൾ കെട്ടിടമുണ്ട്. അതിന് തൊട്ട് സമീപത്തുകൂടി ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. UP സ്കൂളിന് തൊട്ടടുത്തുകൂടി കടന്നു പോകുന്ന 11 kV വൈദ്യുത കമ്പിയാണ് ഇവിടുത്തെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ടെൻഷൻ. മഴയൊക്കെ പെയ്യുമ്പോഴേ ഇതിന് തീപ്പൊരിയൊക്കെ വരും. നമുക്കില്ല ടോയ്ലറ്റിൽ പോകുമ്പോൾ നമുക്കൊക്കെ പേടിയാവും. മാതൃഭൂമി ന്യൂസ് വാർത്താ പരമ്പര KSEB അധികാരികളുടെ കണ്ണു തുറപ്പിച്ചു. KSEB ഉദ്യോഗസ്ഥർ സ്കൂളിൽ പരിശോധന നടത്തി. അപകടകരമായ രീതിയിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി കമ്പികൾ പൂർണ്ണമായും വിച്ഛേദിച്ചു. ക്ലാസ് മുറിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന 11 kV വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കും. 21 കിലോമീറ്റർ ദൂരത്തിൽ വൈദ്യുതി കമ്പികൾ മാറ്റി സ്ഥാപിക്കാൻ നടപടി ആരംഭിച്ചു. ഇതിനായി 1.5 കോടിയോളം രൂപ ചിലവ് വരും. ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ എത്തിത്തുടങ്ങിയെന്ന് KSEB അധികൃതർ പറഞ്ഞു. അതേസമയം പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് മുകളിലൂടെ പോകുന്ന വൈദ്യുതി കമ്പി മാറ്റി സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് KSEB അധികാരികൾ ഹെഡ്മാസ്റ്റർക്ക് നോട്ടീസ് നൽകിയത് വിവാദമായി. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കോൺട്രാക്ടർ താക്കോൽ ഇതുവരെ സ്കൂളിന് കൈമാറിയിട്ടില്ല. പിന്നെ എങ്ങനെ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ സ്കൂൾ അധികൃതർക്കാകുമെന്നാണ് രക്ഷിതാക്കളുടെ ചോദ്യം. KSEBയുടെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഒരു 3 വാർണിംഗ് ലെറ്ററാണ് സ്കൂളിൽ നൽകിയിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ ടെമ്പററി കണക്ഷൻ കൊടുത്തത്? ഇതിന്റെ പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നോ? അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇവിടുത്തെ കുട്ടികളുടെ സുരക്ഷയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന് പ്രതികാര നടപടി പോലെ ഇതിങ്ങനെ ചെയ്ത് ഇത് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അവരത് മാറ്റി തന്നേ പറ്റൂ. വൈദ്യുതി മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുവാനും KSEB തീരുമാനിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.